സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച നാടകം വിവാദമായ സംഭവത്തിൽ പ്രതികരണവുമായി തിയേറ്റർ ആർട്ടിസ്റ്റ് ചിന്നൂസ് ചിലങ്ക. നാടകത്തിന്റെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നുവെന്ന് ചിന്നൂസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അടിയന്തരാവസ്ഥയിൽ തുടങ്ങി BJP സർക്കാരിന്റെ ഭരണകൂട ഭീകരത വരെയുള്ള കാര്യങ്ങളാണ് മിസ സംസാരിക്കുന്നത്. നാടക പ്രവർത്തകയും എഴുത്തുകാരിയുമായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതത്തെക്കുറിച്ചാണ് നാടകം സംസാരിക്കുന്നതെന്നും ചിന്നൂസ് പറഞ്ഞു. ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ ഇനിയും ചോദ്യം ചോദിക്കുമെന്നും ചിന്നൂസ് ചിലങ്ക ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. മിസ നാടകത്തിലെ അഭിനേത്രിയാണ്. നിങ്ങളെല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ നാടകത്തിൻ്റെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് അതിൻ്റെ പുറകിൽ മറ്റൊരു മ്യൂസിക് ഇട്ട് പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. മിസ എന്ന നാടകം ജനങ്ങളോട് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. അത് 1975 അടിയന്തരാവസ്ഥയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മിസ സംസാരിക്കുന്നത്. നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 1975 മിസ എന്ന ആക്ട് പ്രകാരം ജയിലിലടക്കപ്പെട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം. സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്നത് നാടക പ്രവർത്തകയായിരുന്നു, എഴുത്തുകാരിയായിരുന്നു, സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. നിങ്ങളുടെ ഭരണകൂടം കൊന്നുകളഞ്ഞ സ്നേഹലത റെഡ്ഡിയുടെ നാടകം ചെയ്തതുകൊണ്ട് മാത്രം ആക്രമിക്കപ്പെട്ട് കൊന്നുകളഞ്ഞ സഫ്തർ ഹഷ്മിയുടെ പിന്മുറക്കാരിയാണ് ഞാൻ. ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ലെവിൻ കെ വിജയൻ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ലെവിൻ, അടിയന്തരാവസ്ഥ കാലത്ത് ഒരാൾ കലാകാരിക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ, അതിനെ വിലയിരുത്തുകയാണ് മിസ. ആ മിസയാണ് DYFIയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. സദാചാരവാദികളായ നിരവധി പേർ അതിന് വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും DYFIയുടെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി അതിന് കഴിഞ്ഞ ദിവസം വ്യക്തമായ മറുപടിയുമൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ വിവാദം പോകുന്നത് എങ്ങോട്ടാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നതിന് പകരം ഒരു ഏട് മുറിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് അതൊരു ക്യാബറെ ഡാൻസാണ് എന്നുള്ള തരത്തിൽ പോലും ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആ രാഷ്ട്രീയ നാടകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിനേത്രിയായിട്ടുള്ള തിയേറ്റർ ആർട്ടിസ്റ്റായിട്ടുള്ള ചിന്നൂസ് ചിലങ്ക നമ്മളുമായി സംസാരിക്കുന്നത്. രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന നാടകത്തെ ആ നിലയിൽ വിമർശിക്കാതെ സദാചാരത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് അവർ പ്രധാനമായും വിമർശനം ഉന്നയിക്കുന്നത്. നാടകത്തിൻ്റെ മുറിച്ചെടുത്തൊരു ഭാഗത്തെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത്. മിസ എന്ന നാടകം ജനങ്ങളോട് പറയുന്നത് രാജ്യത്തെ ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. 1975 അടിയന്തരാവസ്ഥ കാലം മുതൽ BJP സർക്കാർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ ഭരണകൂട ഭീകരതകൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായി അവതരിപ്പിക്കുന്ന നാടകം സംവദിക്കുന്ന കാര്യം എന്നുള്ളതാണ് ചിന്നൂസ് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ജീവിക്കുകയും ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്ത സാമൂഹ്യ പ്രവർത്തകയുടെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ടുള്ള മിസ എന്ന നാടകം, അതിൽ മിസ എന്നുള്ളൊരു കഥാപാത്രം തന്നെ ആ നാടകത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ, രാഷ്ട്രീയമായി ചർച്ച ചെയ്യാതെ അതിൻ്റെ ഒരു ഏട് മാത്രം, ഒരു 7-8 സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് മാത്രം എടുത്തുകൊണ്ട് അശ്ലീല പദപ്രയോഗങ്ങളും മറ്റുമായി പ്രചരിപ്പിക്കുന്നത് ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ തന്നെയാണ്. അത് ഒരു സദാചാര കണ്ണിനപ്പുറത്ത് നിന്നും അത്തരം രാഷ്ട്രീയങ്ങളെ പിൻപറ്റാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ആണ് എന്നുള്ളത് തന്നെയാണ് ചിന്നൂസ് നമ്മളോട് പറയുന്നത്. ഏതായാലും ഇതിനോടകം തന്നെ വലിയ വിവാദമായ സംഭവത്തിൽ മിസയുമായി ബന്ധപ്പെട്ട് മിസ ഈ സമ്മേളന വേദിയിൽ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു വശത്തുണ്ട്.